സോ എല്ലാവർക്കും ലീഡ് കോഡ് ക്വസ്റ്റ്യൻ 88 മെർജ് സോർട്ടഡ് അറേയിലേക്ക് സ്വാഗതം. ഇത് ടോപ്പ് ഇൻ്റർവ്യൂ 150 സീരീസിലെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. വിൽ ഗോ ത്രൂ ഓൾ ദ 150 ക്വസ്റ്റ്യൻസ്, റൈറ്റ്. അപ്പം മെർജ് സോർട്ടഡ് അറേ ഈസി കാറ്റഗറിയിൽ വരുന്നതാണ്. മാത്രമല്ല കമ്പനീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ പല കമ്പനീസിലും മിഡ് ടയർ കമ്പനീസിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഇതിന് ചെയ്യാൻ പറ്റുന്ന പോസിബിളായിട്ടുള്ളൊരു 2-3 അപ്രോച്ചസ് ഉണ്ട്. നമ്മൾ ഓരോ അപ്രോച്ചസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലേറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ അൽഗോരിതം എഴുതി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് പ്രോസസ്സ് പോകുന്നത്. സോ ക്വസ്റ്റ്യൻ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റീജർ അറേസ് തന്നിട്ടുണ്ട്, nums1 ആൻഡ് nums2, സോർട്ടഡ് ഇൻ നോൺ ഡിക്രീസിങ് ഓർഡർ, അഥവാ ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ nums1ഉം nums2 തന്നിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ 2 ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ട്, m and n, റിപ്രസെൻറ്റിങ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ nums1 ആൻഡ് nums2. ഇപ്പം nums1ൽ എത്ര നമ്പർ ഉണ്ടോ അത് m, nums2ൽ എത്ര നമ്പർ ഉണ്ടോ അത് n. 2 അരയും ഇൻക്രീസിങ് ഓർഡറിലാണ്. ഓൾറൈറ്റ്, merge nums1 and nums2 into a single array sorted in non-decreasing order. അതായത് nums1നെയും nums2നെയും മെർജ് ചെയ്ത് ഒരു ഇൻക്രീസിങ് ഓർഡറിലോട്ട് മാറ്റണം. അതായത് 2 അരേ രണ്ടിനെയും മെർജ് ചെയ്തൊരു സിംഗിൾ അരേ, അത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം, സോർട്ടഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്യാച്ചസ് ഉണ്ട്. ഫൈനൽ സോർട്ടഡ് അരേ ഷുഡ് നോട്ട് ബി റിട്ടേൺ ബൈ ഫംഗ്ഷൻ. അതായത് പുതിയൊരു അരേ ഉണ്ടാക്കി റിട്ടേൺ ചെയ്യുകയല്ല വേണ്ടത്, ഇൻസ്റ്റെഡ് ബി സ്റ്റോർഡ് ഇൻ ദി അറേ nums1. അതായത് എന്ത് അരയാണോ തന്നിട്ടുള്ളത് അതിലേക്ക് തന്നെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ടു അക്കോമഡേറ്റ് ദിസ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും പോസിബിൾ ആവില്ലല്ലോ, കാരണം nums1 അരേ ഫിക്സഡ് അരേ ആണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും, റൈറ്റ്. അപ്പോൾ അതിനോട് തന്നിട്ടുള്ളത് nums1 ആസ് എ ലെങ്ത് ഓഫ് m+n. അതായത് നേരത്തെ പറഞ്ഞ ഈ nums1 അരേൻ്റെ സൈസ് എന്ന് പറയുന്നത് nums2ൻ്റെ ലെങ്ത്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ nums1 അരേ എലമെൻറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കുറച്ച് സ്പേസും കൂടെ, അതായത് ഇവിടെ എത്ര എലമെൻ്റ് ആണോ അത്രയും എലമെൻറ്റിൻ്റെ ഒരു സ്പേസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് nums1 തരുന്നത്. ഓക്കെ, യാ. സോ വേർ ദ ഫസ്റ്റ് m elements denote the elements that should be merged and the last n elements are set to 0 and should be ignored. അതായത് ഇവിടെ തന്ന പോലെ nums1ൽ 6 എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ m തന്നിട്ടുള്ള 3 ആണ്. അതായത് ഈ 3 നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. nums2 തന്നിട്ടുള്ളത് 2, 5, 6 ആണ്, അതിൻ്റെ n തന്നിട്ടുണ്ട് അല്ലേ, 3 എലമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും n-ൽ എത്ര എണ്ണമാണോ 3 എണ്ണം അല്ലേ, അത് തന്നെ ഇവിടെയും തന്നിട്ടുണ്ട്. അപ്പം nums1ൻ്റെ അരയിലുള്ള ഒരു എക്സ്ട്രാ സ്പേസ് അത് അവിടെ ഒരു 3 എണ്ണം കിടക്കും. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അതായത് എന്ത് അരയാണോ തന്നിട്ടുള്ളത് nums1 അരയിലോട്ട് ഈ nums2 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാം. ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ 1-2-3 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കുറച്ച് കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, നേരത്തെ പ്രോബ്ലത്തിൽ തന്ന പോലെ. പിന്നെ ലിമിറ്റഡ് എത്ര വേണമെങ്കിലും വരാം വാല്യൂസ്, -10⁻⁹. ഇതൊന്നും വലിയ കുഴപ്പമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഫോളോ അപ്പ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്, ക്യാൻ യു കം അപ്പ് വിത്ത് എൻ ആൽഗോരിതം ദാറ്റ് റൺസ് ഇൻ ബിഗ് ഓഫ് m+n ടൈം. ഇപ്പം സ്പേസ് കോംപ്ലെക്സിറ്റി, ടൈം കോംപ്ലെക്സിറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും, എന്നിട്ട് ആണ് നമ്മളിതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ക്യാച്ച്, റൈറ്റ്. അൺലെസ് ബിഗ് ഓഫ് m+n സൊല്യൂഷനുള്ള ഒരു അൽഗോരിതം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയുക, അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ട്രിക്ക് അവിടെയാണ്, റൈറ്റ്. ഇത് നമുക്ക് 2-3 രീതി ചെയ്യാം, റൈറ്റ്. നമ്മൾ എല്ലാ അപ്രോച്ചിൻ്റെയും നല്ല വശങ്ങളും മോശം വശങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാം. അപ്പം അവിടെ ഒരു റാൻഡം ഒരു അര ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു 2, 4, 6, 7, 2, 4, 6, 8, 10. പിന്നെ nums2 എന്താ 3 and 5. ഓക്കെ, അപ്പോൾ ഇവിടെ nums1 അരയും nums2 അരയും സോർട്ടഡ് ആണ്, ഇതും സോർട്ടഡ് ആണ്. ആസ് യു വുഡ് ഹാവ് സീൻ ഇവിടെ ഒരു 0, 0 ആണ്. എന്തിനാ, ഒരു എക്സ്ട്രാ സ്പേസ് ഇങ്ങോട്ട് വരണം, കാരണം എന്നാലേ നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്ത് ഇത് ആഡ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് തിരിച്ചയക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഒന്നാമത്തെയും 2ാമത്തെയും 3ാമത്തെയും എല്ലാം നമ്മൾ അൽഗോരിതം ഒന്ന് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ബിഗ് ഓഫ് അനാലിസിസ് നടത്തി 3ാമത്തെ ആൻസറിന് മാത്രമേ നമ്മളിവിടെ പ്രോഗ്രാം എഴുതുന്നുള്ളൂ. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് nums1, nums2, ഒരു അപ്രോച്ച് എങ്ങനെയാണ്, ഈ 2 എണ്ണം കൂടെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടിടാം.
റൈറ്റ്. അതായത് ഇവിടെ എന്താണോ ഉള്ളത് അതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് ഇത് സോർട്ട് ചെയ്യാം. റൈറ്റ്, അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ച്. പക്ഷേ അതിൻ്റെ ബിഗ് ഓഫ് ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും? റൈറ്റ്, അപ്പം ഈ രണ്ടെണ്ണം ഇട്രേറ്റ് ചെയ്യണം. റൈറ്റ്, ഇട്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രയും ഇത് എം ആണല്ലേ, ഇത് എം, ഇത് എൻ. ഓക്കെ, ദിസ് വൺ വിൽ ബി എം പ്ലസ് എൻ, കാരണം ഇതാണ് എം, ഇതാണ് എൻ. മൊത്തത്തിൽ വരുമ്പോൾ ബിഗ് ഓഫ് എം പ്ലസ് എൻ ആണ്. റൈറ്റ്, അപ്പം ഇത് സോർട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എം പ്ലസ് എൻ ലോഗ് എം പ്ലസ് എൻ. ഓക്കെ, നമ്മൾ സോർട്ടിങ് അൽഗോരിതം പൊതുവെ അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ഒരു എൻ ലോഗ് എൻ ആണ് പൊതുവെ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള സോർട്ട്സിന് കിട്ടുന്നത്. ഇതിലും ബെറ്ററായിട്ട് ഒരു ടൈം കോംപ്ലക്സിറ്റി ഒരു സോർട്ടിങ് അൽഗോരിതത്തിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ഓഫ് എൻ ലോഗ് എൻ എന്ന് പറയുന്നത് ബിഗ് ഓഫ് എന്നിനേക്കാൾ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു പോയിൻ്റർ ബേസ്ഡ് അപ്രോച്ചാണ്. ഓക്കെ, ഈ പോയിൻ്റർ ബേസ്ഡ് അപ്രോച്ചാണ് പൊതുവേ ഇങ്ങനത്തെ ഇവിടെ നോക്കിയാൽ ടോപ്പിക്സ് നോക്കിയാൽ തന്നെ കാണാം, 2 pointers. അപ്പം ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു പോയിൻ്റർ വെച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്, അതാണ് ഇതിലെ ക്യാച്ച്. ഓക്കെ, അപ്പം പോയിൻ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 പോയിൻ്റർ എടുക്കാം. 2 പോയിൻ്റർ എടുത്തിട്ട് നമ്മൾ 2 കമ്പയർ ചെയ്യാം. ഈ 2 കമ്പയർ ചെയ്ത് ഇതിലേതാണോ ചെറുത് അതിവിടെ. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എം, ഓക്കെ വെയിറ്റ്, എം എന്ന് പറയുന്നത് 1 2 3 4 5, റൈറ്റ്. എൻ എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ്. അപ്പം ഇത് രണ്ടും നോക്കുക, ഇതിലേതാണ് ഏറ്റവും ചെറുത് അതിവിടെ വിടുക, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവുക, ഇതിലേതാ ചെറുത്. അപ്പം ഇതിലേറ്റവും ചെറുത് 2 ആണ്, 2 വിൽ റിമെയിൻ ഹിയർ. ഈ ഐ എന്ന് പറയുന്ന പോയിൻ്ററെ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് രണ്ട് ഏറ്റവും ചെറുത് 3 ആണ്, റൈറ്റ്. അപ്പോൾ ഈ 3 എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക. അപ്പം ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ 3 എടുത്തിട്ട് ഇവിടെ നിന്നുള്ള 3 എടുത്ത് ഇങ്ങോട്ടിട്ട് ഇത്രയും എലമെൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, റൈറ്റ്. സെയിം തിങ്. അപ്പം അടുത്തത് ഈ 3 എടുത്ത് ഇങ്ങോട്ടിട്ട് സ്ഥിതിക്ക് ജെനെ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയല്ലോ, ഇനി അങ്ങോട്ടുള്ള നോക്കിയാൽ മതി. ഇനി അങ്ങോട്ട് ഐയും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഐയും 4ഉം 5ഉം നോക്കുക, ഇതിലേതാണ് ഏറ്റവും ചെറുത്? 4 ആണ് ചെറുത്, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യും, ഇതിലേതാണ് ഏറ്റവും ചെറുത്? 5 ആണ് ചെറുത് അല്ലേ. അപ്പോൾ 5നെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യാം. പിന്നെയും ഒരു ഹോൾ ഷിഫ്റ്റിംഗ് ഇവിടെ നടക്കും അല്ല, ഇവിടെ 0 ആയിരുന്നല്ലോ. അപ്പം ബാക്കിയുള്ള ഈ 3 വലത്തോട്ടൊന്ന് ഒരു ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പം ഇവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഇതാണ് ആൻസർ, റൈറ്റ്. പക്ഷേ നിങ്ങൾ ഇതിലൊരു പ്രോബ്ലം, അപ്പം നിങ്ങൾക്കൊരു പ്രോബ്ലം കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഓരോ പ്രാവശ്യവും, അതായത് അടിയിൽ നിന്നൊരു സാധനം മേലോട്ട് പോകുമ്പോൾ അതായത് ജെ എന്നൊരു എലമെൻ്റ് എടുത്ത് നമ്മൾ എയിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഇൻസേർഷൻ പോയിൻറ്റിൻ്റെ റൈറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും ഒരു ഷിഫ്റ്റിങ് നടക്കുന്നുണ്ട്, റൈറ്റ്. ദാറ്റ്സ് നോട്ട് എ റൈറ്റ് അപ്രോച്ച്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിഗ് ഓഫ് അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബിഗ് ഓഫ് എത്രയായിരിക്കും? അതായത് ഞാൻ ഒരു എലമെൻ്റ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഐയും ജെയും കളഞ്ഞ് ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് 1 ഹിയർ. ഓക്കെ, ഞാൻ ഈ 1 എടുത്ത് ഇങ്ങോട്ടിട്ട്, അപ്പോൾ എന്തായി? 1 അല്ല, ഓക്കെ ലെറ്റ് ബി 1 എടുത്ത് ഞാൻ ഇങ്ങോട്ടിട്ട്, പിന്നെ ഇവിടെ ഒരു 0 കൊടുക്കട്ടെ. ഓക്കെ, 1 എടുത്ത് ഞാൻ ഇങ്ങോട്ടിടുമ്പം ഇത്രയും എലമെൻറ്റ്സ് ഷിഫ്റ്റ് ചെയ്യാണ്, റൈറ്റ്. ഇത്രയും എലമെൻറ്റ്സ് പറയുമ്പോൾ എത്ര എലമെൻറ്റ്സ്? എം എലമെൻറ്റ്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ ഞാൻ അടുത്ത നമ്പർ ഇട്ടു, ലെറ്റ്സ് നിർഭാഗ്യവശാൽ അടുത്ത നമ്പർ 0 ആണ്, റൈറ്റ്. വേഴ്സ്റ്റ് കേസ് സിനാറിയോ ആണല്ലോ. നമ്മൾ ഈ 0 ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ പിന്നെയും എത്ര ഷിഫ്റ്റായി? ഇത്രയും എലമെൻറ്റ്സ് പിന്നെയും ഷിഫ്റ്റായി. ഇത്രയും എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എത്ര എലമെൻറ്റ്സ് ആണ്? ആദ്യം എം ആയിരുന്നു, നമ്മൾ ഒരെണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പം അത് m+1 ആയി, റൈറ്റ്. അപ്പം അതും ഷിഫ്റ്റ്. അപ്പോൾ ബിഗ് ഓഫ് അനാലിസിസ് നോക്കുമ്പോൾ
ഷിഫ്റ്റിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആദ്യം എം എലമെൻറ്റ്സ് ഷിഫ്റ്റായി, പിന്നെ M+1 എലമെൻറ്റ്സ് ഷിഫ്റ്റായി, പിന്നെ എന്താ M+2 എലമെൻറ്റ്സ് ഷിഫ്റ്റാവും, റൈറ്റ്. M+2 എലമെൻറ്റ്സ് വിൽ ഷിഫ്റ്റ്. അങ്ങനെ ഷിഫ്റ്റായി M+n എലമെൻറ്റ്സ് വരെ ഷിഫ്റ്റാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബിഗ് O. ഇതാണ് ഈ അപ്രോച്ചിൻ്റെ എന്താ ടൈം കോംപ്ലക്സിറ്റി. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ക്വാഡ്രാറ്റിക് ഈക്വേഷൻസ് വെച്ച് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി പറയുന്നത് M+n raised to the power of 2 ഇത്രയും വരും. ദിസ് എഗെയിൻ നിങ്ങളിവിടെ തന്നാണ് ബിഗ് ഓഫ് M+n ആണ് ചോദിച്ചത്. ഈ അപ്രോച്ചും ശരിയല്ല, റൈറ്റ്. അപ്പോൾ ഇനി ഏതാണ് അപ്രോച്ച്? സോ നമ്മൾ ഈ അപ്രോച്ച് ഇവിടെ പറഞ്ഞ ഈ ഒരു പോയിൻ്റർ ബേസ്ഡ് അപ്രോച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻസ്റ്റഡ് ഓഫ് ഈ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം നമ്മൾ എൻഡിൽ നിന്ന് തുടങ്ങും. ഓക്കെ, എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് സോർട്ട് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇത് സോർട്ടഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഷിഫ്റ്റിങ് നടക്കുന്നില്ല. അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങും. ഓക്കെ, ഇത് എക്സ്ട്രാ സ്പേസാണ്, നമ്മളത് ആഡ് ചെയ്യേണ്ട. ഇതിലേതാണ് ഏറ്റവും വലുത്? 10 ആണ്. 10 ഇങ്ങോട്ട് ഇടും. പിന്നെ ഇവിടുന്ന് ഇതിലേതാണ് ഏറ്റവും വലുത്? 8 ഇങ്ങോട്ട് ഇടും. 6 കഴിഞ്ഞ് ഇപ്പോൾ 4 കഴിഞ്ഞാൽ ഇതിലേത് ഏറ്റവും വലുത്? അതിനടുത്ത് അങ്ങോട്ട് ഇടും. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ചെയ്ത് ഒരു പോയിൻ്റർ ഇവിടുന്ന് ഇങ്ങനെ ഒരു റൈറ്റിംഗ് പോയിൻ്റർ ഇങ്ങനെ വരും. ആ റൈറ്റിംഗ് പോയിൻ്ററിന് റൈറ്റിലെല്ലാം സോർട്ടഡ് ആയിരിക്കും. സോ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഐ സ്റ്റാർട്ട് വിത്ത് പോയിൻ്റർ ഇട്ടിട്ട് പറഞ്ഞുതരാം. അപ്പം ആസ് മെൻഷൻഡ് ഇതിൻ്റെ സൈസ് M ആണ്. M എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5, റൈറ്റ്. 3 and 5. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പം പോയിൻറ്റേഴ്സ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു I എന്ന് പറയുന്ന ഒരു പോയിൻ്ററും ഒരു J എന്ന് പറയുന്ന പോയിൻ്ററും. ഇത് രണ്ടും റീഡിങ് പോയിൻറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ലൂപ്പ് ഇങ്ങനെ പോവും. രണ്ടും കമ്പാരിസൺ നടത്താവുന്ന ഒരു റീഡിങ് പോയിൻറ്റേഴ്സ് മാത്രമാണ്. റൈറ്റിംഗ് പോയിൻ്ററായിട്ട് നമ്മൾ പുതിയൊരു സാധനം ആഡ് ചെയ്യാണ്, K. ഓക്കെ, K ആണ് നമ്മുടെ റൈറ്റിംഗ് പോയിൻ്റർ. ഇനി നമുക്ക് എതിരോട്ട് വരാം. അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് M ആയിരിക്കും. കാരണം 0 1 2 3 4 5, റൈറ്റ്. 5 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 1 അസ്യൂമിങ് ദിസ് ഇസ് ഇൻഡെക്സ് 1. ഐൻ്റെ വാല്യൂ 5, ജെയിൻ്റെ വാല്യൂ എന്താ? N അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കെൻ്റെ വാല്യൂ എന്താ? കെൻ്റെ വാല്യൂ I+J അഥവാ M+n ആണ്, റൈറ്റ്. M ഇവിടെ, J ഇത്രയും, K എന്ന് പറയുന്നത് I+J ഓർ M+n whatever. ഓക്കെ, നമുക്ക് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ 10ഉം 5ഉം നോക്കി ഏതാണ് ഏറ്റവും വലുത്. നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഏതാണ് ഏറ്റവും ചെറുതെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടുന്ന് ഏതാണ് ഏറ്റവും വലുത്? 10 or 5? 10 ആണ് ഏറ്റവും വലുത്. വലുത് ഏതാണോ അതിവിടെ കിടക്കും. കാരണം എന്താ പറയുക, ഇവിടെ ഇത് സോർട്ടഡ് ആണ്, ഇതും സോർട്ടഡ് ആണ്. ഈ രണ്ട് സോർട്ടഡ് സെക്ഷനിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കുമല്ലോ ഇവിടെ, അല്ലേ? അപ്പം K ഞാൻ ജസ്റ്റ് എടുത്ത് അടിയിലോട്ടിടാം. ഓക്കെ, ദിസ് ഈസ് K. അപ്പോൾ നമ്മളിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണാമല്ലോ, പക്ഷെ അത് നമ്മളിപ്പം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പോയിൻ്റർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഓവർ റൈറ്റ് ചെയ്ത് K ഫുള്ളായിട്ട് കവർ ചെയ്യും, റൈറ്റ്. സോ ആ പ്രോസസ്സിൽ ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ആയിട്ട് വരും. സോ 10 ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ഒന്നും ചെയ്തില്ല, ഓവർ റൈറ്റ് ചെയ്താൽ നമ്മളതിൽ നോക്കി ഏതൊന്ന് ഓവർ റൈറ്റ് ചെയ്ത് nums 1 എന്നല്ലേ. അപ്പോൾ I ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, I 8-ലെത്തി. ഇനി നമ്മളത് 8 5 ഏത് ഏറ്റവും വലുത്? 8 തന്നെയാണ് വലുത്. 8 എടുത്തിട്ട് Kയും നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ആയിരുന്നല്ലോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് Kയും ഒരു -T. ഇപ്പോൾ ഓരോ എന്താ പറയുക, റൈറ്റ് കഴിഞ്ഞാൽ K ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിനുണ്ടെങ്കിൽ ഏതർ I or J വിൽ ഷിഫ്റ്റ് ഡെഫിനറ്റ്ലി, കൂട്ടത്തിൽ തന്നെ K വിൽ ഡെഫിനറ്റ്ലി ഷിഫ്റ്റ്. ഓക്കെ, ഇപ്പം 8ലും 5ലും ഏറ്റവും വലുത് 8 അല്ലേ. 8 എത്തി. റൈറ്റ് കഴിഞ്ഞു,
ഇതൊന്നും ഏതാ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഐ ഒരെണ്ണം, കെ ഒരെണ്ണം. ഇനി 6ലും 5ലും ഏത് ഏറ്റവും വലുത്? 6ആണ് വലുത്. എഗെയിൻ ഇവിടെ ഐ എം ഓവർ റൈറ്റിംഗ് ഇറ്റ്. 6 ഓവർ റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒന്ന് കെ ഒന്ന് കഴിഞ്ഞു, നംസ് 1 എന്നാണല്ലോ എടുത്ത്, അപ്പോൾ ഐ എന്ന് പറഞ്ഞു. ഇനി നോക്കാം, 4ലും 5ലും ഏതാണ് ഏറ്റവും വലുത്? 5ആണ് ഏറ്റവും വലുത്. റൈറ്റ്. ഈ 5നെ എടുത്തിട്ട് കെ ഇത് അങ്ങോട്ട് പോയിന്റ് 5ലോട്ടല്ലേ, 8ലോട്ട് റിപ്ലേസ് ചെയ്തു. ഇവിടെ നമ്മൾ ഐ ആണോ നമ്മൾ മാറ്റേണ്ട? അല്ല, ജെ ഒരെണ്ണം ഇങ്ങോട്ട് മാറി, ഒന്നിങ്ങോട്ട് മാറി. റൈറ്റ്. ഇനി നോക്കി, ഇനി 5ലും 6ലും 3ലും ഏറ്റവും വലുത് ഏതാണ്? സോറി 4ലും 3ലും ഏറ്റവും വലുത് ഏതാണ്? 4ആണ്. റൈറ്റ്. ഈ 4നെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇട്ടു. റൈറ്റ് കഴിഞ്ഞു. അപ്പോൾ ഐ ഒരെണ്ണം മാറി, കെ ഒരെണ്ണം മാറി. എന്തിനാ ഐ മാറ്റിയത്? കാരണം ഇവിടെ നിന്നാണല്ലോ ഷിഫ്റ്റ് ചെയ്ത്. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കാണും, പക്ഷേ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. കാരണം ഓവർ റൈറ്റ് ചെയ്ത് വരികയാണ്. ഈ കെ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, കെയുടെ റൈറ്റിൽ എന്തൊക്കെയുണ്ടോ എല്ലാം സോർട്ടഡ് ആണ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ഇൻവാരിയൻറ്റ്. ഇൻവേരിയൻറ്റ് എന്താണെന്ന് ഇൻ്റർവ്യൂവർ ചോദിച്ചു. ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സിക്യൂഷനിൻ്റെ ഒരു സോഴ്സ് ഓഫ് ട്രൂത്ത് ആയിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കെ പോയിൻ്ററിൻ്റെ റൈറ്റിലെല്ലാം സോർട്ടഡ് ആയിരിക്കും. ബൈ ദ ടൈം കെ എൻസ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ആകുമ്പോഴേക്കും എൻറ്റയർലി സോർട്ടഡ് ആയിരിക്കും. റൈറ്റ്. ഓക്കെ. അപ്പം 2, 3. 2ലും 3ലും ഏതാണ് ഏറ്റവും ചെറുത്? ഏറ്റവും വലുത്? 3. റൈറ്റ്. 3 ആഡ് ചെയ്ത് ഇങ്ങോട്ടിട്ടു. ജെ ഇവിടെ വരെ പോവുള്ളൂ, കാരണം ജെ പിന്നെ താഴോട്ട് പോവില്ല അല്ലേ, ഫസ്റ്റ് ഇൻഡെക്സിലാണ്. സോ കെ വിൽ ഷിഫ്റ്റ്, ജെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, ജെ കഴിഞ്ഞു. റൈറ്റ്. പിന്നെ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞു. ലുക്ക്, നൗ ഇറ്റ്സ് സോർട്ടഡ്. അപ്പം ഈ ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അൽഗോരിതം എഴുതാം. പിന്നെ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. സ്പേസ് കോംപ്ലക്സിറ്റിയൂടെ നമുക്ക് നോക്കാം. റൈറ്റ്. ഓക്കെ, ഈ അപ്രോച്ചിൽ സ്പേസ് കോംപ്ലക്സിറ്റി എത്രയായിരിക്കും? സ്പേസ് കോംപ്ലക്സിറ്റി വിൽ റിമെയിൻ ബിഗ് ഓഫ് 1. വൈ? എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി? ഒരു പ്രോഗ്രാമിലെ ഇൻപുട്ട് സൈസ് കൂടുന്തോറും അതിൻ്റെ പ്രോഗ്രാമിൻ്റെ മെമ്മറി അലൊക്കേഷൻ കൂടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. റൈറ്റ്. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടോ? ഒരു മെമ്മറി അലൊക്കേഷൻ കൂടുന്നില്ലല്ലോ. ഇൻപുട്ടായിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും, അവിടെ തന്നെ അത് സ്റ്റോർ ആയിട്ടിരിക്കും. റൈറ്റ്. അതിൻ്റെ ഇൻപുട്ടിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ ഉണ്ടാക്കുന്ന അലോക്കേറ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ എണ്ണം കൂടുന്നില്ല. റൈറ്റ്. സോ സ്പേസ് കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഓഫ് 1. ദിസ് ഇസ് ദ സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ. യെസ്. ടൈം കോംപ്ലക്സിറ്റി കൂടെ ഒന്ന് എഴുതി വെക്കാം. ടൈം കോംപ്ലക്സിറ്റി ഈസ് എത്ര? big of m plus n. Great job guys. ഇനി നമുക്ക് ഈ അപ്രോച്ച് കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ. ആസ് മെൻഷൻ നമുക്ക് 3 പോയിൻറ്റേഴ്സാണ്. ഞാനിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, വാട്ട് എവർ. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ കംഫർട്ടബിൾ അതിൽ കോഡ് ചെയ്യാം. ഓക്കെ. ബട്ട് ലോജിക് വിൽ റിമെയിൻ ദ സെയിം. സോ ഐ വിൽ ഡിഫൈൻ വേരിയബിൾസ് I and j and k. Right. ഇതാണ് വേരിയബിൾസ്. ഓക്കെ. ഐ എന്ന് പറഞ്ഞാൽ എത്ര? എം അല്ലേ? നമ്മളിവിടെ നിന്നല്ല പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നായിരുന്നു പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടെ നിന്നല്ല, ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ റിമൂവ് ദിസ് നൗ. പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് എം എന്നായിരുന്നു. എം എന്ന് പറഞ്ഞാൽ ഏതാ ഇവിടെ നോക്കാം. റൈറ്റ്. ഇവിടെ നിന്നാണ് പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ്. 3 എന്താണോ അതാണ് പോയിൻ്റർ. 3ൻ്റെ വാല്യൂ എം. റൈറ്റ്. സോ ഐ എം. ജെ എന്ന് പറയുന്നത് എൻ ആണ്. എൻ എന്താണ്? സെക്കൻഡ് അറേയുടെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 3. ഇവിടുന്ന് പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റ്. കെ എന്തായിരുന്നു? കെ ഈസ് എം പ്ലസ് എൻ അല്ലേ? എം പ്ലസ് എൻ ഇവിടുന്ന്. സോ കെ വിൽ റിമെയിൻ എം പ്ലസ് എൻ. നൗ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നമ്മളൊരു അരയുടെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന 0 എന്നാണ്. റൈറ്റ്. സോ എം വിൽ ബിക്കം -1, n will become -1, m plus n will always become -1. Why?
കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നായിരുന്നു. അപ്പം 1 2 3 4 അവിടെ വരെ എമ്മിൻ്റെ വാല്യൂ എന്താണോ അവിടെ നിന്ന് തുടങ്ങി. പക്ഷേ ഇവിടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായതുകൊണ്ട് തന്നെ നമ്മൾ വേരിയബിൾസ് എല്ലാം ഒന്ന് വെച്ച് ഡിക്രിമെൻ്റ് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്തിനാ? നമ്മൾ ഈ അരയിലൂടെ നമ്മൾ മാപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ വിൽ ക്രിയേറ്റ് എ വൈൽ സംതിങ് വിൽ ഡു സംതിങ്. ഓക്കെ, വൈൽ എന്തായിരിക്കും കണ്ടീഷൻ വരേണ്ടത്? അതായത് ഈ എലമെൻറ്റ്, ഓക്കെ ഐ ജസ്റ്റ് റൈറ്റ് ദിസ് തിങ്. nums 1 3 ഉണ്ട്, nums 2 3 ഉണ്ട്, റൈറ്റ്. വൈൽ നമ്മൾ ഇവിടുന്ന് ഐ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ജെ കൊടുത്തു, റൈറ്റ്. വൈൽ ഈ സംഭവം, ഈ ജെ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ബൗണ്ട്സ് ആവുന്ന വരെ ആയിരിക്കണം. സോ വൈൽ ജെ ഈസ് ഗ്രേറ്റർ ദാൻ 0, വൈ ജെ ഈസ് ഗ്രേറ്റർ ദാൻ 0, ഇത് എത്തുന്നവരെ ലൂപ്പ് ഓടാൻ പാടുള്ളൂ, റൈറ്റ്. ഇനിയാണ് നമ്മൾ ഓരോന്നല്ലേ ഇൻക്രിമെൻറ്റ് കമ്പയർ ആൻഡ് ഓവർ റൈറ്റ്. നമ്മളിവിടെ തന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിൻ്റർ കിടക്കും, റൈറ്റ്. വൈൽ ഫസ്റ്റ് കമ്പാരിസൺ ഐനും ജെയിനും നമ്മൾ കമ്പയർ ചെയ്യുന്നു. സോ വൈൽ if nums of I, right, nums of I is greater than nums of ഏതാ j, see, അതായത് ഇത് ഈസ് ഗ്രേറ്റർ ദാൻ ഇത് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, കെയുടെ വാല്യൂലോട്ട് ഇത് റൈറ്റ് ആണ്, റൈറ്റ്, സോറി, nums of I is greater than ഇത് nums of nums 1 nums 2 nums 1 of k അല്ലേ, nums of 1 ആണ്, ഇത് nums 1 ആണ്. nums 1 of I is greater than nums 2 of j. nums 1 of k ഇവിടെ എന്താണ്, ഇവിടെ റൈറ്റ് ചെയ്യണം, ഏത് nums 1 of I അല്ലേ. ഇത് വലുതാണെങ്കിൽ ഇങ്ങോട്ട് റൈറ്റ് ചെയ്യണം അല്ലേ, ഇങ്ങോട്ട് തന്നെ nums 1 of I റൈറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, nums I is less than nums 2j. അപ്പം nums 1k ഇവിടെ nums 2 of j വരും, എന്ത് nums 2 of j. സി ഈ കേസിൽ അപ്പോൾ ഏതാ വരുന്നത്, ഫസ്റ്റ് ഇറ്ററേഷനിൽ 6 ആണ് വരുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഇറ്ററേഷനിൽ ആക്ച്വലി സെക്കൻഡ് കേസാണ് റണ്ണാവുന്നത്. എന്ത് നടന്നാലും നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, കെനെ ഡിക്രിമെൻ്റ് ചെയ്യും, റൈറ്റ്. സോ കെ മൈനസ് ഈക്വൽ ടു 1. ഇതിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ സിൻടാക്സ് ആണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ TypeScript or JavaScript, right? Command Shift F. Yeah. Now ഇവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഈ കേസ് ഇടയ്ക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് ബൗണ്ട്സ് പോകും. ഈ ഐ, ഓക്കെ, ഇറ്റ് വിൽ ഇറ്ററേറ്റ് ചെയ്ത് പുറത്ത് പോയിട്ട് ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കണ്ടീഷനും കൂടെ നോക്കുന്നു, ദാറ്റ് ഈസ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ഐ, ഓക്കെ. ഈ ഐ ഇവിടെ എത്തുന്ന വരുള്ളൂ, ഇങ്ങോട്ട് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി, ഓക്കെ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലും മാത്രമേ ഇതോടുള്ളൂ, അല്ലാത്തപ്പോൾ നേരെ നമ്മൾ ജെ എന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടും, ഓക്കെ. സോ ഇഫ് nums I ഈസ് ഗ്രേറ്റർ ദാൻ ജെ അല്ലേ, ഐ ഈസ് ഗ്രേറ്റർ ദാൻ ജെ, ഈ മൂന്നെടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മളിത് കുറയ്ക്കണ്ടേ. സോ ഇറ്റ് വിൽ ബി ഐ മൈനസ് ഈക്വൽ ടു 1, റൈറ്റ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ അതേപോലെ ജെ മൈനസ് ഈക്വൽ ടു 1. നൗ ഇഫ് യു ജസ്റ്റ് ഫോർമാറ്റ് ദിസ്. പിന്നെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബഗ് ഇട്ടു. സോ വൈൽ ജെ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കൊടുത്തത് അല്ലേ, പക്ഷേ നോട്ട് ഗ്രേറ്റർ ദാൻ 0, ഇറ്റ് ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ജെ 0 വരെ എത്താം, റൈറ്റ്. സെയിം തിങ് ഗോസ് ഹിയർ, ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. കാരണം 0 വരെ എത്താം, പക്ഷേ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ് ഇട്ടത്, അതൊരു ദാറ്റ് വാസ് റോങ്, ഓക്കെ. നൗ ഇഫ് യു ടെസ്റ്റ് ഇറ്റ് ഔട്ട്, yes, there you go. 3 cases are
എല്ലാ കേസസും കറക്റ്റാണ്. ഇഫ് ഐ ട്രൈ സബ്മിറ്റ്, ഓക്കെ യാ സോ ബീറ്റ്സ് 100% റൺ ടൈം ഇതൊക്കെ തന്നെയാണ്. ഇഫ് യു അനലൈസ് ദ കോംപ്ലെക്സിറ്റി, ടൈം കോംപ്ലെക്സിറ്റി ഓഫ് ബിഗ് ഓഫ് m+n ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ യെസ് സോ യാ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ടോപ്പ് ഇൻ്റർവ്യൂ 150 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.